പ്രിയ ആത്മബന്ധുക്കളെ, എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുകയാണ്. ഈ വർഷം കാലാവസ്ഥ ഇതുപോലൊരു ആഘോഷ പരിപാടികൾക്ക് അത്ര അനുകൂലമല്ല. എന്നാൽ മറ്റ് ചില കാലാവസ്ഥകൾ പൊതുവെ നാടിനൊരു ഉണർവേകുന്നുണ്ട്. തൊഴിൽ മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും. പോയ ചില നാളുകളിൽ നാം കണ്ട പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇത്തവണ നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ആ ഈശ്വരാനുഗ്രഹത്തെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇവിടെ ധ്രുവൻ്റെ പിറന്നാൾ ആഘോഷവും കൂടി ഞങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ മുതിർന്നവരുടെ എല്ലാ ആശംസകൾ സ്വീകരിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. അവന് വിദ്യ വളർച്ചയുണ്ടാകട്ടെ, ആയുർബലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുള്ളി കൂടിയിരിക്കുന്ന അയൽവാസികളുണ്ട്, അതുപോലെ അമ്മാവന്മാരുണ്ട്, അമ്മായിമാരുണ്ട്, പുതുതലമുറക്കാരുണ്ട്, അച്ഛനുണ്ട്, സവിത ചേച്ചിയുടെ അമ്മയുണ്ട്, അനുജത്തിയുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഒത്തുചേർച്ച വളരെ അർത്ഥവത്താണ്, സമ്പൂർണമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ആഘോഷം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയാലും നമ്മളുടെ ഈ ഒരു ബന്ധവും സൗഹൃദവും എപ്പോഴും സ്മരണയിലുണ്ടാവും. ഇങ്ങനെയുള്ള സ്മരണയാണ് എന്തെങ്കിലും വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ഓടിയെത്താനും വിളിച്ചന്വേഷിക്കാനുമൊക്കെ നമുക്ക് അവസരമേകുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ പോയ വർഷം അമ്മാവൻ്റെ വീട്ടിലായിരുന്നു. മാറി മാറി ഇങ്ങനെ കൂടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുദേവ ജയന്തി വരുന്നു. അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതോടെയാണ് ഓണദിനങ്ങൾക്ക് ഒരു പൂർണ്ണത വരുന്നതും, അതോടെയാണ് ഒരു പുതിയ വെളിച്ചം നേടിക്കൊണ്ട് ജീവിതത്തിലെ നമുക്ക് പുതിയൊരു കാഴ്ചപ്പാടോടെ ഇറങ്ങാൻ സാധിക്കുന്നതും. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമോവാകം.